Hi dear students, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിനകത്ത് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് തേർഡ് ചാപ്റ്ററാണ്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് MSMEs. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ ഒരുമിച്ച് നമ്മൾ പറയുന്നതാണ് SSI യൂണിറ്റ്സ് എന്നുള്ളത്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ഈ പേപ്പറിനകത്ത് 5 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ കോൺസെപ്റ്റ് ഓഫ് എൻ്റർപ്രണർ ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. സെക്കൻഡ് ചാപ്റ്റർ സപ്പോർട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു എൻ്റർപ്രണേഴ്സ്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് എടുക്കുന്നത് സസ്ന മിസ്സാണ്. തേർഡ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. For facilitating the promotion and development of micro, small and medium enterprises, Government of India has passed the MSMEs Act in 2006. 2006-ൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും ഡെവലപ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ MSMEs ആക്ട് എന്ന ഒരു ആക്ട് പാസ്സാക്കി 2006-ൽ. ഓക്കെ, അപ്പോൾ ഈ MSMEs ആക്ട് 2006-ൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോ ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻ്റ് ആയിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു പേപ്പറിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഇന്ത്യയെ പോലുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആയിരുന്നു, തൊഴിലില്ലായ്മ. ഇത്തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വളരെ വലിയ ഒരു പങ്കാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്, അതല്ലെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് വഹിക്കുന്നത്. കാരണം മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസിംഗ് സെക്ടർ പ്രൊവൈഡിങ് ലാർജ് നമ്പർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള MSMEs മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് 2006-ൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ MSMEs ആക്ട് പാസ്സാക്കിയത്. അണ്ടർ ദിസ് ആക്ട്, the central government set up a board known as the National Board for Micro, Small and Medium Enterprises. ഈ 2006-ലെ MSMEs ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് നാഷണൽ ബോർഡ് ഫോർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന ഒരു സെപ്പറേറ്റ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു ഫോർ ദ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ഓക്കെ, ഈ ആക്ട് പ്രകാരം MSMEs ആക്ട് 2006 പ്രകാരം മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ്. ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് എന്ന പേരിലും, അതുപോലെ ഇൻ കേസ് ഓഫ് സർവീസ് എൻ്റർപ്രൈസസ് എന്ന ഹെഡുമായിട്ട് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസുകളെ 2 ഹെഡുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് ആൻഡ് ഇൻ കേസ് ഓഫ് സർവീസ് എൻ്റർപ്രൈസസ്.
ഈ രണ്ട് ഹെഡുകൾ പ്രകാരവും മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്താണ് എന്ന് കൃത്യമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ്ലി we will have discussing about the first classification in case of manufacturing enterprises. ഈ ക്ലാസിഫിക്കേഷൻ പ്രകാരം എന്താണ് ഒരു മൈക്രോ എൻ്റർപ്രൈസസ്, സ്മോൾ എൻ്റർപ്രൈസസ് ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ്ലി എന്താണ് സർവീസ് എൻ്റർപ്രൈസസ് എന്ന ക്ലാസിഫിക്കേഷൻ പ്രകാരം മൈക്രോ എൻ്റർപ്രൈസസ്, സ്മോൾ എൻ്റർപ്രൈസസ് ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഫസ്റ്റിൽ നമ്മൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ്. മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് എന്ന ഹെഡ് പ്രകാരം എന്താണ് ഒരു മൈക്രോ എൻ്റർപ്രൈസസ്, സ്മോൾ എൻ്റർപ്രൈസസ് ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് നോക്കാം. ആദ്യമായി എന്താണ് ഒരു മൈക്രോ എൻ്റർപ്രൈസസ്? എ മൈക്രോ എൻ്റർപ്രൈസ് ഈസ് വൺ ഇൻ വിച്ച് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡസ് നോട്ട് എക്സീഡ് 25 lakhs. മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് എന്ന ക്ലാസിഫിക്കേഷൻ പ്രകാരം ഒരു മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്, സോ ഇറ്റ് ഈസ് one of which micro enterprise is one in which the investment in plant and machinery does not exceed 25 lakhs. ഒരു മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മേലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 25 lakhsൽ എക്സീഡ് ചെയ്യാത്ത തരത്തിലുള്ള എൻ്റർപ്രൈസസ് ആണെങ്കിൽ അതിനെ മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയും. A micro enterprises is one in which the investment in plant and machinery does not exceed 25 lakhs. Okay, then second, a small enterprise. A small enterprise is one in which the investment in plant and machinery is more than 25 lakhs but does not exceed 5 crores. എൻ്റർപ്രൈസസ് എന്ന ക്ലാസിഫിക്കേഷൻ പ്രകാരം ഒരു സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്, സ്മോൾ എൻ്റർപ്രൈസ് ഈസ് വൺ ഇൻ വിച്ച് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് മോർ ദാൻ ₹25 lakhs ബട്ട് ഡസ് നോട്ട് എക്സീഡ് 5 crores. 25 ലക്ഷത്തിൽ കൂടുതലും എന്നാൽ 5 crore കുറവുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മേൽ നടത്തിയിട്ടുള്ള ഒരു എൻ്റർപ്രൈസസിനെയാണ് നമ്മളൊരു സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് മോർ ദാൻ 25 lakhs ആൻഡ് നോട്ട് എക്സീഡ് 5 crores. 5 crores കൂടാനും പാടില്ല, 25 lakhsൽ കൂടുതലുമായിരിക്കും. അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മേൽ നടത്തിയിട്ടുള്ള ഒരു എൻ്റർപ്രൈസിനെയാണ് സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. Then third, medium enterprise. A medium enterprise is one in which the investment in plant and machinery is more than 5 crores but does not exceed 10 crores. Plant and machinery മേലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 5 crores കൂടുതലും 10 crores കുറവുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരു എൻ്റർപ്രൈസ് ആണെങ്കിൽ അതിനെ മീഡിയം എൻ്റർപ്രൈസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മേലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 10 crores കുറവും 5 crores കൂടുതലുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരു എൻ്റർപ്രൈസിനെയാണ് മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സോ ഇൻ ക്ലാസിഫിക്കേഷൻ ഇൻ ദ കേസ് ഓഫ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ്. മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് എന്ന ക്ലാസിഫിക്കേഷൻ പ്രകാരം ഒരു മൈക്രോ എൻ്റർപ്രൈസ് എന്താണ്, ഒരു സ്മോൾ എൻ്റർപ്രൈസ് എന്താണ്, ഒരു മീഡിയം എൻ്റർപ്രൈസ് എന്താണ് എന്നാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മൈക്രോ എൻ്റർപ്രൈസസ് ആകുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മേലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 25 lakhsൽ കൂടാൻ പാടില്ല. ഒരു സ്മോൾ എൻ്റർപ്രൈസ് ആകുമ്പോൾ
പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മേലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 25 lakhs കൂടുതലായിരിക്കും, 5 crores കുറവുമായിരിക്കും. മീഡിയം എൻ്റർപ്രൈസ് ആകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് മോർ ദാൻ 5 crores ആൻഡ് നോട്ട് എക്സീഡ് 10 crores. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഇൻ ദ കേസ് ഓഫ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ്. ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് ഇൻ കേസ് ഓഫ് സർവീസ് എൻ്റർപ്രൈസസ്. ഒരു സർവീസ് എൻ്റർപ്രൈസസ് എന്ന ക്ലാസിഫിക്കേഷൻ പ്രകാരം മൈക്രോ എൻ്റർപ്രൈസസ് എന്താണ്, ഒരു സ്മോൾ എൻ്റർപ്രൈസ് എന്താണ്, ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് എന്താണ്, ഇതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. എ മൈക്രോ എൻ്റർപ്രൈസ് ഈസ് വൺ ഇൻ വിച്ച് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡസ് നോട്ട് എക്സീഡ് 10 lakhs. ഇവിടെ സർവീസ് എൻ്റർപ്രൈസസ് ആകുമ്പം ഒരു മൈക്രോ എൻ്റർപ്രൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 lakhs കൂടാൻ പാടില്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മേലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 10 lakhs കൂടാൻ പാടില്ലാത്ത തരത്തിലുള്ള എൻ്റർപ്രൈസസിനെയാണ് മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ സെക്കൻഡ്, സ്മോൾ എൻ്റർപ്രൈസ്. എ സ്മോൾ എൻ്റർപ്രൈസ് ഈസ് വൺ ഇൻ വിച്ച് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് മോർ ദാൻ 10 lakhs ബട്ട് ഡസ് നോട്ട് എക്സീഡ് 2 crores. 2 crores കൂടാൻ പാടില്ലാത്തതും എന്നാൽ 10 lakhs കൂടുതലുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മേൽ നടത്തിയിട്ടുള്ള ഒരു എൻ്റർപ്രൈസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയും. ഓക്കെ. സോ എ സ്മോൾ എൻ്റർപ്രൈസ് ഈസ് വൺ ഇൻ വിച്ച് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് മോർ ദാൻ 10 lakhs ആൻഡ് നോട്ട് എക്സീഡ് 2 crores. Then last, medium enterprise. A medium enterprise is one in which the investment in plant and machinery is more than 2 crores but does not exceed 5 crores. 2 crores കൂടുതലായിരിക്കും എന്നാൽ 5 crores കുറവായിരിക്കും. അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നടത്തിയിട്ടുള്ള ഒരു എൻ്റർപ്രൈസ് ആണെങ്കിൽ അതിനെ നമ്മൾ മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയും. ഓക്കെ. ഇതാണ് MSMEs Act 2006 പ്രകാരം മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഈ ചാപ്റ്ററിനകത്ത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് MSMEസിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ 2 കാര്യങ്ങളാണ്. എന്താണ് ഒരു MSMEs, മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്താണ്, അതുപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.